ആമിർ വിമാനത്തിലില്ലെങ്കിൽ എനിക്ക് പറക്കാൻ കഴിയില്ല. എടാ, നമുക്ക് വിധിച്ചതാണെങ്കിൽ ആര് തടയാൻ ശ്രമിച്ചാലും ഒരു കാര്യം ഉണ്ടാവാൻ പോണില്ല. നമ്മളടുത്തേക്ക് തന്നെ വരും. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് ഉദ്ദേശിച്ച് വീട്ടിൽ ഇറങ്ങിയതായിരുന്നു ലിബിയയിൽ നിന്നുള്ള ആമിർ. എയർപോർട്ടിലെത്തിയ ആമിർ തൻ്റെ പേരുമായി ബന്ധപ്പെട്ട ചില സുരക്ഷാ പ്രശ്നങ്ങളിൽ പെട്ടുപോയി. കൂടെയുള്ള യാത്രക്കാരെല്ലാവരും വിമാനത്തിൽ കയറി. പക്ഷേ ആമിറിന് കയറാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാം, നിങ്ങൾ കുറച്ച് കാത്തിരിക്കണം എന്നായിരുന്നു അവരുടെ മറുപടി. അത് കേട്ടപ്പോഴും ആമിർ വിമാനത്താവളം വിട്ടുപോകാൻ കൂട്ടാക്കിയില്ല. പെട്ടെന്നാണ് വിമാനം തകരാറിലായെന്നും തിരിച്ചു വരുന്നെന്നും അദ്ദേഹം കേട്ടത്. കേടുപാടുകൾ തീർത്ത് വിമാനം വീണ്ടും ഉയരാൻ വേണ്ടി ഒരുങ്ങി. പക്ഷേ പൈലറ്റ് വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. ഓഫീസർമാർ അറിയിച്ചു, ഹജ്ജ് നിങ്ങൾക്ക് എഴുതിയിട്ടില്ല. ഹജ്ജാണ് എൻ്റെ ഉദ്ദേശം. പടച്ചോൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും, ആമിർ മറുപടി പറഞ്ഞു. വീണ്ടും വിമാനം നീങ്ങി തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ വിമാനം വീണ്ടും തകരാറിലായി. തിരിച്ചു വന്നു. അപ്പോൾ പൈലറ്റ് എല്ലാവരോടായിട്ട് പറഞ്ഞു, ആമിറില്ലാതെ എനിക്ക് പോകാൻ കഴിയില്ല. അവസാനം ആമിറിനെയും കൂടെ കൂട്ടി അവിടെ നിന്ന് ആ വിമാനം പുറപ്പെട്ടു. പോകാൻ കഴിയില്ല എന്നുറപ്പിച്ചപ്പോഴും ആമിർ വിശ്വസിച്ചത് റബ്ബിലാണ്. നിനക്കായി വിധിച്ചത് ഏത് കടലിൻ്റെ അടിത്തട്ടിലാണെങ്കിലും നിന്റെ അടുത്തേക്ക് തന്നെ എത്തിച്ചേരും, ഇൻഷാ അല്ലാഹ്.